ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു റിംഗ് ലൈറ്റിൻ്റെ റിവ്യൂ ആണ്. ഒരു വലിയ പെട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണോ വേണ്ടേ എന്നൊക്കെ ഉള്ള ഒരു റിവ്യൂ ആണ്. അപ്പം കൂടുതലും നമ്മുടെ സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ് എന്ന് പറയുന്നത്. 18 ഇഞ്ചിൻ്റെ ഒരു റിംഗ് ലൈറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ 19 ഇഞ്ച് അവൈലബിൾ ആണ്. അതിൻ്റെ ഇതേ ഒരു പ്രൈസ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഞാൻ 18 ഇഞ്ചാണ് വാങ്ങിച്ചത്. അത് കൂടുതൽ പോപ്പുലറാണ്, അതുകൊണ്ട് 18 ഇഞ്ച് വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ്. ഇതിൻ്റെ ഫുള്ള് കറക്റ്റായിട്ട് 18 ഇഞ്ച് ഉണ്ട്. ഇത് നമുക്ക് കറണ്ടിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഒരു 2 പിൻ പ്ലഗൊക്കെയാണ് വരുന്നത്, ബാറ്ററിയിലല്ല. ബാറ്ററി പ്രവർത്തിക്കും, 2 ബാറ്ററി ഇടണം. അപ്പോൾ DRL18H എന്നാണ് ഇതിൻ്റെ മോഡൽ വരുന്നത്. ഡിജിടെക്കിൻ്റെ സാധനമാണ്. ഇവിടെ ആയിട്ട് ഒരു സ്വിച്ച് ഉണ്ട്, നമുക്ക് ഓണും ഓഫും ചെയ്യാനുള്ളൊരു സ്വിച്ച് ഉണ്ട്. പിന്നെ 2 നോബുണ്ട്. ഇത് നമ്മുടെ AC-യുടെ ആ ഒരു ഇത് ഇങ്ങനെ ഊരി മാറ്റാൻ പറ്റും, ആ ഒരു പ്ലഗ് ഊരി മാറ്റാൻ പറ്റും. പിന്നെ അതാ ഇവിടെ ആയിട്ട് 2 നോബ് കാണാൻ പറ്റും. വളരെ വെയിറ്റ് കുറവാണ് ഈ ഒരു സാധനം. വേറൊരു റിംഗ് ലൈറ്റിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെയധികം വെയിറ്റ് കുറവാണ്. ഇപ്പോൾ നോബിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നോബ് തന്നെയാണ്. അപ്പോൾ ഈ നോബ് ഒന്നുള്ളത് ഡിമ്മ്, അതായത് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും, ഒന്ന് കളറിൻ്റെയാണ്, അതായത് ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനുമാണുള്ളത്. അപ്പോൾ അങ്ങനെ 2 നോബ്. ഇവിടെ ഒരു മൊബൈൽ ഹോൾഡർ വയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ തിക്നെസ് എന്ന് പറയുന്നത് ഏകദേശം ഇത്രയാണ് വരുന്നത്. ഇത് 50 വാട്ട്സിൻ്റെ LED റിംഗ് ലൈറ്റാണ്. 50 വാട്ട്സാണ്. ഡിജിടെക്കിൻ്റെയാണ്. ചൈനീസ് കമ്പനിയാണ്, ചൈനീസ് സാധനമാണ്. ഇപ്പോൾ അടിച്ചു പോകുന്നൊന്നും പറയാൻ പറ്റൂല. ഇവിടെ താഴെയായിട്ട് നമുക്ക് ഇതിൻ്റെ 2 ബാറ്ററി ഇടേണ്ട കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതാകുമ്പോൾ നമുക്ക് ഈ കണക്ഷൻ ഇല്ലാതെ പ്രവർത്തിക്കും. പക്ഷേ 2 ബാറ്ററി നമുക്ക് ഇതിൽ വേണം. അപ്പോൾ ആ 2 ബാറ്ററി വാങ്ങുമ്പോൾ തന്നെ ഏകദേശം 1500 രൂപയാവും. അപ്പോൾ ഞാനിപ്പോൾ ബാറ്ററി ഒന്നും ഇല്ലാതെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ താഴെയായിട്ട് ഇതിൻ്റെ ആ ഒരു ലോക്ക് ഉണ്ട്. ആ ഒരു ലോക്ക് അഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്കിത് താഴോട്ടും മുകളിലോട്ടും ആക്കാൻ പറ്റും. അപ്പോൾ ട്രൈപോഡൊന്നും ഇതിൻ്റെ കൂടെ വരുന്നില്ല. സ്റ്റാൻഡ്, ലൈറ്റ് സ്റ്റാൻഡ്, ട്രൈപോഡല്ല ലൈറ്റ് സ്റ്റാൻഡ്, അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നത് ഇതേപോലത്തെ ഒരു അറ്റാച്ച്മെൻ്റ് ആണ്. ഇതിൻ്റെ മേളിൽ DSLR വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അവർ കൊടുത്തിരിക്കുന്നത്. അതായത് റിംഗ് ലൈറ്റിൻ്റെ നടുവിൽ നമുക്കിത് വെക്കാൻ പറ്റും. പിന്നെ ഒരു ഫോൺ ഹോൾഡറും തരുന്നുണ്ട്, നമ്മുടെ ഫോൺ വെച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്താ ഇങ്ങനെ വെച്ച് കറക്കി കൊടുത്താൽ മതി. ഓക്കെ, കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു റിംഗ് ലൈറ്റിൻ്റെ ആ നടുവിലായിട്ട് അതിൻ്റെ ഒരു ഹോൾഡറുണ്ട്. ആ ഒരു ഹോൾഡറിലോട്ട് ജസ്റ്റ് ഇങ്ങനെ കയറ്റി വെച്ച് ടൈറ്റ് ചെയ്താൽ മാത്രം മതി. വളരെ സിമ്പിളാണ്. അപ്പോൾ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ വലിയൊരു ക്വാളിറ്റിയൊന്നും അതിലില്ല. എല്ലാം പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചൈനീസ് സാധനം ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പോരായ്മ അവിടെ വരും. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം അപ്പം കൊടുക്കുന്ന പൈസയ്ക്ക് കുഴപ്പമില്ല. ഇതെങ്ങനെ വെച്ച് നമുക്ക് ഫോൺ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഓണാക്കി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഒരു വെള്ള കളർ ലൈറ്റാണ്. അപ്പോൾ ആ ബ്രൈറ്റ്നസ് ഫുള്ള് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് ജസ്റ്റ് ആ ഒരു കളറിൻ്റെ ആ ഒരു ഇത് മാറ്റിയേക്കുക, ടെമ്പറേച്ചർ. അപ്പോൾ ഇത് ഒരു യെല്ലോയിഷ് കളറാണ്. അപ്പോൾ ഇത് നല്ലൊരു കളറാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ സ്കിൻ ടോൺ നല്ല വെളുത്തൊക്കെ ഇരിക്കണമെങ്കിൽ നമ്മുടെ വൈറ്റ് കളറാണ് നല്ലത്. ഇത് നല്ല വെളുപ്പുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഈ കളറാണ് ഈ ഒരു മഞ്ഞ കളറെന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും ഈ ഒരു വൈറ്റ് ഇട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഒരു ലൈറ്റും ഇല്ല, എല്ലാ കഥവൊക്കെ അടച്ചേക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു റിംഗ് ലൈറ്റ് ഓൺ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിപ്പോൾ അത് മിനിമം ബ്രൈറ്റ്നസ്സിലാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ഇതെന്ന് പറയുമ്പോൾ കളർ ടോൺ, ഇത് ബ്രൈറ്റ്നസ് കൂട്ടാനുള്ളതാണ്. ഓക്കെ, ഇത് വെള്ളയാണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ്നസ് കൂട്ടി കാണിച്ചു തരാം. ഓക്കെ, ആ കൂടുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. ഇത് മാക്സിമം ബ്രൈറ്റ്നസ് ആണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ബ്രൈറ്റ്നസ്. ബാക്കിയുള്ള ലൈറ്റുകളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ റിംഗ് ലൈറ്റിനുള്ള വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഇതിൽ നോക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് സുഖമായിട്ട് ഇതിൽ നോക്കാൻ പറ്റും എത്ര ബ്രൈറ്റ്നസ് കൂടിക്കഴിഞ്ഞാൽ. അത് മാത്രമല്ല, നമുക്കൊരു അധികം ചൂട് വരത്തില്ല. ബാക്കിയുള്ള സ്റ്റുഡിയോ ലൈറ്റുകളെ പോലെ നമുക്ക് ചൂട് വരത്തില്ല. ഇതിപ്പോൾ മാക്സിമം ബ്രൈറ്റ്നസ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ കളർ ടോൺ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഇതിപ്പം ഒരു യെല്ലോ കളർ പോലത്തെ ഒരു സംഭവമാണ്. ഇത് പ്യൂർ യെല്ലോ ആയി. ശകലം ബ്രൈറ്റ്നസ് കുറയ്ക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ പ്യുവർ യെല്ലോ ആയി. ഇങ്ങോട്ട് തിരിച്ചാൽ വൈറ്റ്, ഇങ്ങോട്ട് തിരിച്ചാൽ ഒരു ബ്ലൂയിഷ്, പിന്നെ യെല്ലോ ആവും. ഇപ്പോൾ അതാ ഒരു ഈ സ്വർണ്ണ കളറിലൊക്കെ ഇട്ടേക്കുന്ന പോലത്തെ കളറാണിത്.
കാരണം നമ്മൾ സ്വർണ്ണക്കടയിൽ നിന്ന് ഇതുപോലുള്ള ലൈറ്റ് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ലൈറ്റിൽ സ്വർണ്ണം നന്നായിട്ട് തിളങ്ങും. അപ്പോൾ സ്വർണ്ണം മാത്രമല്ല, ഓർണമെൻറ്റ്സ് കടയായിരുന്നല്ലോ, ഏത് കടയായിരുന്നല്ലോ ഇങ്ങനെ തന്നെ. ഓക്കെ, ഇതാണ് ഈ ഒരു ലൈറ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ആരൊക്കെ വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ബഡ്ജറ്റായിട്ട് നോക്കുന്ന, ഇപ്പം നിങ്ങൾക്ക് ഒരു വീട്ടിനകത്ത് വെച്ച് ഇൻഡോറായിട്ട് വീഡിയോ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വാങ്ങിച്ച് വയ്ക്കാം. ഇതൊരു ചൂടില്ലാത്തൊരു ലൈറ്റാണ്. ഇത് 50 വാട്ട്സ് ആണ്. അപ്പോഴത്തേക്കും വലിയൊരു കറണ്ടും ആവത്തില്ല. 50 വാട്ട്സ് ആണ്. പിന്നെ ഇത് കൊണ്ട് നടക്കാനും പറ്റും. ശകലം വലുതാണ്, എന്നാലും കുഴപ്പമില്ല. ഇതിൻ്റെ 19 ഇഞ്ചിൻ്റെ മോഡലുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് വാങ്ങാം, ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു റിംഗ് ലൈറ്റ് വാങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാമറ ഇവിടെ വെക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ ബാക്കിലാണ് വെച്ചേക്കുന്നത്, നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോണിൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. ഇതിലും കിടിലവും അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.